നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെയാണ് കേട്ടോ, സമയം ഒരു 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ രാവിലെ വെളുപ്പിന് 4 മണി മുതൽ ഒരു 9:30-10 മണി വരെ മാത്രമുള്ള ഒരു കട ഒരച്ഛനും അമ്മയും കൂടി നടത്തുന്നതാണ്. കുറച്ച് വർഷങ്ങളായിട്ട് അവരുടെ ചെറിയ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ബിസിനസ് ഇറങ്ങുന്ന ഒരു സ്ഥലമൊന്നുമല്ല. വളരെ കുറച്ച് ആളുകൾ വരുന്ന ദോശയും കടലക്കറിയും ചമ്മന്തിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് മംഗലത്തുകോണം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് കാട്ടുനട ശ്രീഭദ്രകാളി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻഭാഗത്തായിട്ടാണ് ദേവി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കടയുള്ളത്. നമ്മൾ തന്നെ ഒരു സുഹൃത്ത് ഇവിടെ ക്ഷേത്രത്തിൽ വരുന്നതാണ്, രാഹുൽ. ഇപ്പോൾ രാഹുലാണ് ഇത് പറഞ്ഞു തന്നത്. അങ്ങനെയാണ് നമ്മൾ ഇന്നലെ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വൈയായികളൊക്കെ ഉള്ള ആളുകളാണ്, പ്രായമായവരാണ്. അച്ഛനായാലും അടുത്ത ജൂലൈ 10-ാം തീയതി ഒരു സർജറിക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, പിന്നെ കിഡ്നി സ്റ്റോൺ ആയിട്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് കട അവധിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ പിന്നീട് കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ വിചാരിക്കില്ലേ നിങ്ങൾ വീഡിയോ ഇട്ടിട്ട് ഇവിടെ കടയില്ലല്ലോ എന്ന്. അപ്പോൾ ഒരു 10-15 ദിവസമൊക്കെ ചിലപ്പോൾ കട അവധിയായിരിക്കും. ഞാൻ അത് മുൻകൂർ പറയുകയാണ്. അപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെ പോകുന്നവരെ എന്നാലും വളരെ സന്തോഷത്തോടു കൂടി ഈ പ്രായത്തിൽ അവർ 4 മണിക്ക് എണീറ്റ് 3 മണിക്ക് എണീറ്റ് ഇവിടെ വരും. അത്രേ 4 മണിയാകുമ്പോഴേക്കും കടയൊക്കെ തുറന്ന് എല്ലാം സെറ്റാവും. അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ നല്ല ചൂട് ദോശയും കടലക്കറിയൊക്കെ കഴിക്കാം. ബാ. അച്ഛൻ എത്ര നാളായിട്ട് ഈ കടയുണ്ട് ഇവിടെ? 2009 തുടങ്ങിയത്. 2009. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ടെക്സ്റ്റൈൽസിൽ ജോലിയായിരുന്നു. ബാലനാമൃത്തി 4 മണി 4:40 ആകുമ്പോൾ ചായ കൊടുക്കും. അപ്പോഴൊക്കെ ആളുകൾ വരുമോ? വരും ചായ കൊടുക്കും. ആ ബെറ്റ് ചായ അടിച്ചിട്ട് പോവും. പിന്നെ 5-5:30 മണിയാകുമ്പോൾ ദോശയും ബാക്കിയുള്ള കറികളും കൊടുത്തു വിടാം. എല്ലാ ദിവസവും ദോശയാണ്? ദോശ അല്ല, ഞായറാഴ്ച ഒരു ദിവസം കട അടപ്പില്ല. നാളത്തെ ഒരു ദിവസം പിന്നെ പുട്ടും പയറും പപ്പടും ഒരു ദിവസം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വരും. അമ്പലത്തിൽ വരുന്നവരായിരിക്കും കൂടുതൽ. അല്ല, കുറച്ച് എല്ലായിടത്തും ഈ പരിസര ലൊക്കാലിറ്റിയുള്ള ആൾക്കാർ തന്നെ. വെളിയിലുള്ളവരൊക്കെ ഇതുപോലെ അറിഞ്ഞു കേട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ 10 മണിയൊക്കെ ആകുമ്പോഴേക്കും തീരുകയും ചെയ്യും. ഒരു 9-10 മണിയാകുമ്പോൾ ഇത് തീരുകയും ചെയ്യും. അപ്പൊ ഒരു ദിവസം അവധിയില്ല, എല്ലാ ദിവസം ഇങ്ങ് പോരും. എല്ലാ ദിവസവും പോരും. സുഖമല്ലാതെ വരില്ല. അത് എല്ലാവർക്കും ഒപ്പം തന്നെ. ഇനിയിപ്പോ എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് അടച്ചിടാനും പോണു അല്ലേ? 15 ദിവസം അടക്കേണ്ടി സാരമുള്ള കാര്യമല്ല. 10-ാം തീയതി ഹോസ്പിറ്റലിൽ പോവും. അച്ഛനും അമ്മയും കൂടി ചേർന്നൊരു കടയാണ്. നമുക്ക് ഇത് കഴിയുന്നത് വയ്യ, ഇപ്പോൾ ഒട്ടും ചെയ്യാൻ വയ്യ. പിന്നെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകണ്ട. അവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ താൽക്കാലിക പണികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ആ ടൈമിന് അവർ ചെയ്യാറുണ്ട്. അപ്പൊ രാവിലെ ഒരു സന്തോഷം, നമുക്കിങ്ങ് വന്ന് ഇത്ര ആളുകളെ കാണണം അല്ലേ, ഇവരുടെ കൂടെ ഇരിക്കണം. ചൂട് ദോശ കടലക്കറി. ദോശയും കടലക്കറി അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? ദോശയും ചമ്മന്തിയും ദോശയും സാമ്പാറും ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ദോശയും കടലക്കറിയും. ചമ്മന്തി ഉണ്ട് കേട്ടോ, ചമ്മന്തി ഞാൻ ഒഴിക്കാഞ്ഞതാണ്. പിന്നെ ചില ദിവസം ദോശയും കിഴങ്ങ് കറിയായിരിക്കും. അപ്പോഴും ചമ്മന്തി എല്ലാ ദിവസവും കാണും. ഇപ്പോൾ ഈ കിഴങ്ങും കടലയും മാറി മാറി വരും. പിന്നെ ഞായറാഴ്ച, ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. നാളെ വന്നായിരുന്നെങ്കിൽ നമുക്ക് നല്ല പുട്ടും പയറും പപ്പടവും കൂടെ കഴിക്കായിരുന്നു. പക്ഷെ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ, ഞായറാഴ്ച മാത്രമാണെന്ന്. സൂപ്പർ കടലക്കറിയാണ്. കഴിക്കണതിന് മുന്നേ തന്നെ മനസ്സിലായി, അവിടെ നിൽക്കുമ്പോഴേ നല്ല മണമായിരുന്നു. രാവിലെ തന്നെ ഇങ്ങനെ വെച്ച് അടുപ്പിൽ തന്നെ കിടക്കുക. നല്ല സ്ട്രോങ് കട്ടൻ ചായ. നല്ല രസമുണ്ട്, നല്ലൊരു വൈബാട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഈ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്, ലൈറ്റായിട്ട് അതിൻ്റെ ഒരു മ്യൂസിക്. ഇവിടെ ഇപ്പോൾ ഈ നേരം ഇത്ര രാവിലെയാണല്ലോ, ആളുകളൊക്കെ അമ്പലത്തിൽ പോണ ആളുകൾ, അല്ലാതെ ജോലിക്ക് പോണ ആളുകൾ, അങ്ങനെയൊക്കെ ഭയങ്കര നാട്ടുമ്പുറ. അപ്പോൾ കഴിക്കാൻ വരുന്നവർ, പാർസൽ മേടിക്കാൻ വരുന്നവർ, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എന്താ നമ്മൾ ഈ ലൈറ്റൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോഴേ എന്താ സീരിയലാണോ അറിയില്ല, എന്താണ് നമ്മൾ ചെയ്യണമെന്ന്. അങ്ങനെ ഒരു സ്ഥലം. ചേച്ചിമാരൊക്കെ ഒന്ന് ചോദിക്കുകയാണ് എന്താണ് നമ്മൾ ചെയ്യണേന്നൊക്കെ. ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. എന്നുവെച്ചാൽ ഇത് ബസ് റൂട്ടൊന്നുമല്ല. അപ്പോൾ വേറെ വണ്ടികളോ ഒന്നുമില്ല. നേരെ ബസ് റൂട്ടിൽ നിന്ന് ഒരു എനിക്ക് തോന്നുന്നു 100-300 മീറ്റർ ഇങ്ങോട്ട് മാറിയിട്ടാണ് ഈ കട ഇരിക്കണത്. 300 അല്ല, 500 മീറ്ററെങ്കിലും വരും റോട്ടിൽ നിന്ന്. ഇവിടെ മറ്റേ പാലൊക്കെ ഇങ്ങനെ കൊണ്ടുവരികയാണ് വണ്ടിയിൽ. എന്നുവെച്ചാൽ കവർ പാലല്ല, അല്ലാണ്ട് പശുവിനെ കറക്കണ സ്ഥലങ്ങളിൽ നിന്ന് പാലുകാർ കൊണ്ടുവരില്ലേ, അങ്ങനെ കൊണ്ടുവന്ന് അവിടെ കൊടുത്തിട്ട് പോകുന്നു. നല്ല രസമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞ ഒരു ഭയങ്കര രസമുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ വന്നിരുന്ന് ആഹാരം കഴിക്കൽ മാത്രമല്ല.
അപ്പം നല്ല സൂപ്പർ കടലക്കറി ദോശയൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ വന്നോട്ടോ. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് നമ്പറും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ പേ ഒന്നുമില്ല കേട്ടോ, പൈസയൊക്കെ കൊണ്ടുവരണേ. കാരണം ചെറിയൊരു കടയാണ്, അവർ രണ്ടുപേരും പ്രായമായ ആളുകളല്ലേ നടത്തണേ. ഒന്നും അറിയില്ല ശരിക്കും പറഞ്ഞാൽ. ഈ ശ്രീ ഭദ്രകാളി ക്ഷേത്രം കാട്ടുനട, അതിൻ്റെ മുന്നിൽ നടേൻ്റെ തൊട്ട് ചേർന്ന് മുൻഭാഗത്തായിട്ടാണ് കട ഇരിക്കണത്. ഇതുപോലെയുള്ള കൊച്ചിടങ്ങൾ കാണിക്കുമ്പോൾ എപ്പോഴും പറയണത് പോലെ മായം ചേർക്കാത്ത രുചികളൊക്കെ കിട്ടും. ഒരച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ്. മാത്രമല്ല ഇതുപോലെയുള്ള വളരെ സ്നേഹത്തോടു കൂടി വിളമ്പിത്തരലും ഒക്കെ നമുക്കതൊക്കെ എല്ലാവർക്കും ഇതൊക്കെ വലിയ സംഭവമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്കിതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെയൊക്കെ വിളമ്പിത്തരുന്ന ഇടങ്ങളൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇല്ലാണ്ടാവും. ആരൊക്കെയോ വെച്ചുണ്ടാക്കി ആരൊക്കെയോ വിളമ്പിത്തരുന്ന ഇടങ്ങളിലേക്ക് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആര് വെക്കുന്നു, ആര് വിളമ്പുന്നു, എവിടെയുള്ള ആളുകൾ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത്തരം കടകളൊക്കെ അവശേഷിക്കുന്നിടത്തോളം കാലം അതൊക്കെ നമുക്ക് കാത്തു വെക്കേണ്ട സമ്പത്ത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.